നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്നെക്കുറിച്ചാണ്. പല പേഷ്യൻസും എന്നോട് പല പ്രാവശ്യമായിട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം. ഡോക്ടർ ആയുർവേദ ഡോക്ടറാണോ, ഹോമിയോ ഡോക്ടറാണോ, ഡയറ്റീഷ്യനാണോ, അലോപ്പതി ഡോക്ടറാണോ എന്ന് ചോദിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്നാൽ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും, എങ്കിലും വീണ്ടും വീണ്ടും ആ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അലോപ്പതി മെഡിക്കൽ പ്രാക്ടീഷണറാണ്. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിയ ഡോക്ടർ തന്നെയാണ്, പാസ് ഔട്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണെന്നറിയാമോ, ഏകദേശം അതായത് 1982 ബാച്ചാണ് ഞാൻ. 1976 to 1982 ബാച്ച്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു നിമിത്തം കൂടെ ഞങ്ങളുടെ 76-82 ബാച്ചിൻ്റെ ഒരു മിനി മിലൻ ഉണ്ടായിരുന്നു ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ സാരിയൊക്കെ കൊടുത്തിരിക്കുന്നത്. അവിടെ പോയിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും അതിന് പറ്റിയ ഒരു സന്ദർഭമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ MBBS പഠനം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അത് ഒരു ദൈവനിയോഗം പോലെ ഞാൻ ഈ ഭക്ഷണത്തിനെ കുറിച്ചുള്ള ഒരു റിസർച്ചിലായി എൻ്റെ ചിന്താഗതികൾ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പാസ് ഔട്ടായി കഴിഞ്ഞിട്ട്, അപ്പോൾ അതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു ബാക്കി പഠിത്തങ്ങൾ. ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിൽ മാത്തമാറ്റീഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് തിരുവനന്തപുരം വലിയ ഇഷ്ടമായി. ഞങ്ങളുടെ ശരിക്കും പറയാൻ നേറ്റീവ് പ്ലേസ് ഓച്ചിറയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു സ്ഥലം വാങ്ങുകയും വീട് വയ്ക്കുകയും ചെയ്തു. അതൊരു വലിയൊരു നിയോഗമായി ഞാൻ കാണുന്നു. അതിലൂടെയാണ് എനിക്ക് ഈ ദൂരദർശൻ ചാനലിലേക്ക് കയറാൻ, അതിൽ ഓരോ പ്രോഗ്രാംസ് ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചത്. നമ്മൾ തിരുവനന്തപുരത്ത് ആയതുകൊണ്ടാണ്. അതായത് നമ്മൾ ലയൺസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തതിൻ്റെ പ്രകാരം അങ്ങനെ കുറേ നല്ല സുഹൃത്തുക്കളെ കിട്ടുകയും അവർ മുഖാന്തരമാണ് ഞാൻ ദൂരദർശൻ ചാനലിൽ എത്തപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു ആദ്യത്തെ ഒരു തട്ടകം തന്നെയാണ് എൻ്റെ പഠിത്തത്തിൻ്റെ. ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത് ഭക്ഷണം തന്നെ മരുന്ന് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ടാക്കിയത് ഈ ദൂരദർശൻ ചാനലിലെ പ്രോഗ്രാംസ് തന്നെയായിരുന്നു. ആ പ്രോഗ്രാംസിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ ഭക്ഷണം തയ്യാറാക്കുന്നത് തന്നെയായിരുന്നു ഞാൻ കൊണ്ടിരുന്നിരുന്നത്. ഒരു കുക്കറി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതൊരു ഹെൽത്ത് കുക്കറി സെഷനായിട്ട് അതിനെ മാറ്റാൻ എനിക്ക് പറ്റി. അതിലൂടെ വളരെയധികം പ്രോഗ്രാംസ് എനിക്ക് 2-3 വർഷം ഞാൻ ദൂരദർശൻ ചാനലിൽ ഹെൽത്ത് കുക്കറി പ്രോഗ്രാം തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അതിൽ നിന്ന് പിന്നെ ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി, അമൃത എല്ലാ ചാനൽസിലും കൺസേൺ വിത്ത് ഫുഡ്, ഭക്ഷണം തന്നെ ഈ ഒരു ഹെൽത്ത് കുക്കറി സെഷൻ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. അതിലൂടെ ആ സമയത്ത് ചാനൽസ് മാത്രമല്ല, മാഗസിൻസ്, അതുപോലെ തന്നെ പേപ്പറിൽ ഒക്കെ തന്നെ എൻ്റെ ഫീച്ചേഴ്സ് നന്നായിട്ട് വരുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭക്ഷണത്തിൻ്റെ അനന്ത സാധ്യതകൾ. അതുപോലെ ഈ ഭക്ഷണവും മനുഷ്യൻ്റെ ശരീരവും മനുഷ്യൻ്റെ ആരോഗ്യം തമ്മിലുള്ള ബന്ധം, ഭക്ഷണം, അതുപോലെ വ്യായാമം, മനുഷ്യൻ്റെ മനസ്സ്, ഇതിനെക്കുറിച്ചുള്ള ഒരു കോൺസെപ്റ്റ്, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ഇവയൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ വളരെയധികം സ്വന്തമായിട്ടുള്ള ഒരു റിസർച്ചിലൂടെ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഈ കൊറോണ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇവിടെ ഏകദേശം 4 വർഷങ്ങൾക്ക് മുമ്പ് വന്നതിലൂടെ നമ്മളുടെ ശരീരത്തിലേക്ക് വളരെയധികം വിഷവസ്തുക്കളുടെ ആഗീകരണം ഉണ്ടാവുകയും ഈ വിഷവസ്തുക്കളാണ് ഇപ്പോഴുള്ള ഈ പുതിയ ജീവിതശൈലി രോഗങ്ങളുടെ കാരണം തന്നെ. പണ്ട് ജീവിതശൈലി രോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൈറോയ്ഡ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രമേഹം, അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം, അല്ലെങ്കിൽ കൊളസ്ട്രോളിനെ അസുഖമാക്കി വെച്ചിരിക്കുകയാണല്ലോ. അതോടൊപ്പം ഫാറ്റി ലിവറൊക്കെ അന്ന് വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ പോളിസിസ്റ്റിക് ഓവറി, അതോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് പ്രമേഹം. അപ്പോൾ ഇതൊക്കെ തന്നെയും അമിതവണ്ണവും പ്രമേഹവും ഇവയൊക്കെ സാധാരണ കാണുന്ന കാര്യങ്ങളായിരുന്നു അന്ന്. പക്ഷേ അതിനൊക്കെ ഉപരി ഇപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൻ്റെ ഒരു കാലഘട്ടമാണ്. അത് ഇത്ര കൂടുതലായിട്ട്, ഇത്ര വഷളായിട്ട് വരാൻ തുടങ്ങിയത് ഈ 4 വർഷങ്ങൾക്കകത്താണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ വൈറ്റമിൻ ഡിയുടെ ഏറ്റവും ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെയധികം രോഗികളിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ മുഖം കറുത്തു വരിക, ശരീരം മെലിഞ്ഞു പോവുക, അല്ലെങ്കിൽ ശരീരം അമിതമായിട്ട് വണ്ണം വയ്ക്കുക, പിന്നെ കിഡ്നിക്കുള്ള പ്രശ്നങ്ങൾ, കിഡ്നിക്ക് ഇതുപോലെ കൂടുതൽ വൃക്ക സംബന്ധമായ രോഗങ്ങൾ, ക്രിയാറ്റിൻ കൂടുന്നു, കരളിനകത്ത്
എൻസൈംസ് കൂടുന്നു, അതോടൊപ്പം ബിലിറൂബിൻ കൂടുന്നു, അതോടൊപ്പം തന്നെയാണ് വൈറ്റമിൻ ഡി കുറയുന്നത്, SGOT SGPT ഒക്കെ കൂടുന്നത്. അപ്പം ഇങ്ങനെയുള്ള പല അസുഖങ്ങളുടെയും ഒരു പരമ്പര തന്നെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനും, അതുപോലെ തന്നെ വയറ് സംബന്ധമായ പ്രശ്നങ്ങളും അമിതമായിട്ടുണ്ട്. വയറിനകത്ത് വളരെയധികം വിശപ്പുണ്ടോ, ആഹാരം കഴിക്കുന്നുണ്ടോ, എങ്ങോട്ട് പോകുന്നെന്നറിയില്ല, ശരീരം മെലിഞ്ഞു മെലിഞ്ഞു പോവുക. അതോടൊപ്പം തന്നെ അവർക്ക് വയറിനകത്ത് വെപ്രാളം, എരിച്ചിൽ, വയറുപെരുക്കം, പിന്നെ രക്തവും അതുപോലെ ചളിയും കൂടെ മലത്തിൽ പോവുക. അതിൻ്റെ പേരാണ് അൾസറേറ്റീവ് കൊളൈറ്റിസ്. ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത് എപ്പോഴും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, എപ്പോഴും ബാത്റൂമിൽ പോകാൻ, ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, പിന്നെ ശരീരത്തിനകത്ത് എപ്പോഴും വയറിനകത്ത് വേദന തോന്നുക എന്താഹാരം കഴിച്ചാലും. അപ്പോൾ ഇവയൊക്കെ തന്നെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന ഒരു പരമ്പരയിലേക്കാണ്. അതുപോലെ വായ്ക്കകത്ത് നിറയെ അൾസർ ഉണ്ടാവുക, വയറിനകത്ത് അൾസർ പോലെ വായ്ക്കകത്ത് അൾസർ ഉണ്ടാവുക, ശരീരത്തിൽ മുഴുവൻ ഇങ്ങനെ കുമിളകൾ പോലെ മുളച്ച് വന്നിട്ട് അതെല്ലാം തൊലിയെല്ലാം പോയിട്ട് ഉണങ്ങാതെ ഇരിക്കുക. ഇന്ന് എനിക്ക് 2 കേസസ് അത് കിട്ടി. അത് ഓട്ടോ ഇമ്മ്യൂൺ വാസ്കുലൈറ്റിസ് ആണ് അതിൻ്റെ കാരണം. സാധാരണയുള്ള ഡ്രസ്സിങ്ങിലും സാധാരണയുള്ള ആൻറ്റിബയോട്ടിക്സിലും ഒന്നും അത് കുറയില്ല. ഓട്ടോ ഇമ്മ്യൂൺ വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോ സപ്രസൻസ്, ഈ സ്റ്റീറോയിഡ്സ് കൊടുത്താൽ കുറച്ച് കുറയും, പക്ഷേ വീണ്ടും അത് വരും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് വരുന്നതെന്ന് പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐദർ ടോക്സിൻ എന്ന് പറയുന്ന ഒരു വിഷവസ്തുക്കളുടെ ആഗീകരണമോ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷകങ്ങളുടെ അഭാവമോ ഇതിൻ്റെ 2 കാരണങ്ങളാണ്. അപ്പോൾ ഈ വിഷവസ്തുക്കളുടെ ആഗീകരണം എന്ന് പറയുന്ന കൊറോണ പോലും അങ്ങനെ വിഷവസ്തുവായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയത് ലിവറിലാണ്, കരളിലാണ്. കരളിൻ്റെ ഫങ്ഷനിങ് എബിലിറ്റി, അതിൻ്റെ എന്താ പറയുക, ഓരോ നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രീഷൻ അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ട ഹോർമോൺസ്, എൻസൈംസിൻ്റെ ഉൽപ്പാദനത്തിൽ വളരെയധികം കുറവുകൾ വരികയും അല്ലെങ്കിൽ ഡീറേഞ്ച്മെൻ്റ് ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ലിവറിലാണ്, ഈ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന ലിവറിലാണ്. അപ്പോൾ ഈ തൈറോയിഡിൻ്റെ ഇഷ്യൂസും ഇത്ര കൂടുതലായത് ലിവറിൻ്റെ ഫങ്ഷനിങ് ഡിസബിലിറ്റി കൊണ്ടാണ്. ലിവറിനകത്താണ് ഈ വൈറ്റമിൻ D3 ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് തൈറോക്സിൻ 4ൽ നിന്നും തൈറോക്സിൻ 3 ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം ലിവറിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ തൈറോയ്ഡ് ഇഷ്യൂസ് ഇത്ര കൂടുതൽ. ആൻറ്റി-TG കൂടുതൽ, ആൻറ്റി-TPO കൂടുതൽ, IgE കൂടുതൽ. പക്ഷേ TSH കുറവായിരിക്കും പലപ്പോഴും, അല്ലെങ്കിൽ TSH കൂടുതലായിരിക്കും, T3 T4 നോർമലായിരിക്കും. ഇങ്ങനെയൊക്കെ സത്യം പറയാൻ വളരെ വികലമായ ഒരു റിസൾട്ട്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ തീർച്ചയായും കളിക്കുന്ന, എൻ്റെ നോട്ടത്തിൽ ഈ 4 വർഷത്തിനിടയ്ക്ക് ഇത്രയും കൂടുതലായത് കൊറോണ ആയിരിക്കാനുള്ള ഒരു ഏകദേശം എൻ്റെ ഒരു ധാരണ ശരി തന്നെയാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് എൻ്റെ ചികിത്സ. അപ്പോൾ ഞാൻ ഈ 20-25 വർഷമായിട്ട് ഇതിൽ റിസർച്ച് ചെയ്ത് 8-9 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിംസ് മെഡിസിറ്റിയിൽ ഈ ഒരു നാച്ചുറോപ്പതി വിഭാഗത്തിൽ ഒരു ഡോക്ടറായിട്ട് കയറി. അവിടെ അവരെന്നെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആക്കിയാണ് എനിക്കൊരു പോസ്റ്റ് തന്നത്. എങ്കിൽ കൂടിയും ഈ ഒരു പോസ്റ്റിൻ്റെ അതൊരു ഹോളിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റാക്കി ഞാൻ മാറ്റുകയും അതിൽ വളരെയധികം ചികിത്സകളുടെ നന്മകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹോളിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ അത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലവിധ അസുഖങ്ങൾ, തല മുതൽ പാദം വരെയുള്ള അസുഖങ്ങൾ എന്തായിക്കോട്ടെ അതൊക്കെ തന്നെയും നമുക്ക് ഈ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നതിലൂടെ പൂർണ്ണമായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുക ഞാൻ. പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാലും അവിടെ കിടക്കുന്നത് 2 ആഴ്ചത്തെ ചികിത്സാ സമയമാണ് നമുക്ക് വേണ്ടത്. അതിലൂടെ ഒരു ഓൾമോസ്റ്റ് ഇപ്പം വളരെയധികം മരുന്നുകൾ കഴിച്ച് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ എന്ന രീതിയിൽ ശിഷ്ടജീവിതം പോകുന്ന വളരെയധികം രോഗികളുണ്ട്. 200 യൂണിറ്റ് ഇൻസുലിൻ എടുക്കുകയും വളരെയധികം മരുന്നുകൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഒരു ഗൾഫിൽ നിന്ന് വന്ന ഒരു അമ്മയാണ്, അവർക്ക് മരുന്ന് കഴിക്കുക, അവർക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം തന്നെ നടക്കുകയും തന്നെ എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഇത്ര സന്തോഷമുണ്ട് നമുക്ക്. അപ്പോൾ ഈ ആകെ ഒരു നമ്മൾ അവിടുത്തെ ചികിത്സാ രീതികൾ അവിടെ അഡ്മിറ്റ് ചെയ്ത് കിടന്നാണ് ചികിത്സിക്കേണ്ടത്. അപ്പോൾ എല്ലാ പേഷ്യൻസിനും അഡ്മിഷൻ വേണമെന്നില്ല. കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയിട്ട് ആവശ്യമുള്ളവർ മാത്രമാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ എൻ്റെ ഒരു ആഹാരക്രമവും ഒരു ജീവിതശൈലി മാറ്റങ്ങളും അതോടൊപ്പം ആഹാരത്തിൽ നിന്നെടുക്കുന്ന ചില മരുന്നുകളും കൂടെ വെച്ചിട്ടുള്ള ഒരു ചികിത്സാക്രമം, അതാണ് നമ്മൾ യൂഷ്വലി എൻ്റെ കൺസൾട്ടേഷനിൽ എല്ലാവർക്കും കിട്ടുന്നത്. അത് ഈ പ്രധാനമായിട്ട് ഈ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ രോഗപ്രതിരോധ സംവിധാനത്തിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു ചികിത്സാ പ്രക്രിയ ആയതുകൊണ്ട് തന്നെ പല മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ് ടുഗദർ. ഒരുമിച്ച് നമുക്ക് പല അസുഖങ്ങളെ മാറ്റാൻ പറ്റും.
അതാണ് ഈ ചികിത്സയുടെ പ്രത്യേകത. ഇതിൽ ഭക്ഷണ ക്രമീകരണം ഏറ്റവും പ്രധാനമാണ്. ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ ഞാൻ എപ്പോഴും പറയും, ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻ്റെ ഡയറ്റ് പാറ്റേൺ, അത് ഓരോ അസുഖങ്ങൾക്കും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പാറ്റേൺ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെ എനിക്ക് വളരെയധികം വോയിസ് മെസ്സേജസ് ഞാൻ ശരിയാക്കി ഇട്ടിട്ടുണ്ട്. ഓരോ രോഗികൾ വരുമ്പോഴും അതനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന വോയിസ് മെസ്സേജസ് എൻ്റെ ഫോണിലുണ്ടാവും. അത് കറക്റ്റായിട്ട് ഓരോ അസുഖങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ കൺസൾട്ടേഷൻ ഈസ് വെരി മച്ച് പോസിബിൾ. ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് പേഷ്യൻസ് ഉണ്ട്. അവരൊക്കെ തന്നെയും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം. അവർക്ക് അസുഖങ്ങൾ മാറുക മാത്രമല്ല, മരുന്നുകൾ കുറയ്ക്കുക മാത്രമല്ല, ഒരു ആരോഗ്യം, ഉന്മേഷം, ഉണർവ്, സന്തോഷം, സൗന്ദര്യം പോലും നമുക്ക് കിട്ടും. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രം. ഇപ്പം നമുക്ക് ഒരു അബ്സല്യൂട്ട് ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ്. അസുഖം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയല്ല അബ്സല്യൂട്ട് ഹെൽത്ത്. സുഖം എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ചില ഡീറേഞ്ച്മെൻറ്റ്സും വേരിയേഷൻസും ഒക്കെ വരും. ബി പി ഇരിക്കുമ്പോൾ പല വിധത്തിലാണ് ബി പി. അതൊക്കെ തന്നെ അസുഖങ്ങളായിട്ട് നമുക്ക് കരുതേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഷുഗറിൻ്റെ മൈൽഡ് ഫ്ലക്ച്വേഷൻ ഈസ് ഓൾവേസ് പോസിബിൾ. അങ്ങനെ അതുപോലെ ചെറിയ ഒരു അമിതവണ്ണം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ അസുഖം എന്ന് പറയില്ല. പക്ഷേ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് വെൽബീയിങ് ഓഫ് ബോത്ത് മൈൻഡ്, ബോഡി ആസ് വെൽ ആസ് സോഷ്യോ എക്കോണമി. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അബ്സല്യൂട്ട് ഹെൽത്ത്. നമുക്കെപ്പോഴും ഒരു ഉന്മേഷവും ഉണർവും ആരോഗ്യവും നല്ല തെളിഞ്ഞ ചിന്തയും കോർഡിനേഷനും ഒക്കെ ഉള്ളതാണ് നമുക്ക് യഥാർത്ഥ ആരോഗ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാക്രമമാണ് ഈ ഹോളിസ്റ്റിക് തെറാപ്പി. അപ്പോൾ അത് വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ നിംസ് മെഡിസിറ്റിയിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അലോപ്പതി ചികിത്സാ വിഭാഗവും ചെയ്യുന്നുണ്ട്. അലോപ്പതി വരുന്ന പേഷ്യൻസിന് അലോപ്പതിയുടെ ചികിത്സാ വിഭാഗവും ഡയറ്ററി ഡിവിഷനും ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കീഴിൽ വളരെയധികം ഡോക്ടേഴ്സ് ഉണ്ട്. ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട്, നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്, തെറാപ്പിസ്റ്റുകളുണ്ട്, ഡയറ്റ് ഡിവിഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ കൊടുക്കുന്ന ആഹാരക്രമം അതനുസരിച്ച് കൊടുക്കാൻ അവിടെ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു 10-15 സ്റ്റാഫുള്ള ഒരു നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് എൻ്റെ ഈ ഹോളിസ്റ്റിക് തെറാപ്പി. അപ്പോൾ ആദ്യം നാച്ചുറോപ്പതി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഹോളിസ്റ്റിക് തെറാപ്പിയായി. അതിനകത്ത് ഫിസിയോതെറാപ്പി വരും, നാച്ചുറോപ്പതി വരും, അക്യൂപഞ്ചർ വരും, യോഗ വരും, മെഡിറ്റേഷൻ വരും, ഫുഡ് തെറാപ്പി വരും, കൈറോപ്രാക്ടീസ് വരും, ടെൻസ് വരും, മാഗ്നറ്റ് തെറാപ്പി വരും. ഇതൊക്കെ തെറാപ്പീസ് ആർ ബീങ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മെഡിക്കേഷൻ. അതുകൊണ്ട് പേഷ്യൻസിന് വളരെയധികം നന്മകൾ പലവിധ ചികിത്സാക്രമത്തിൽ നിന്നും കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സിമ്പിൾ ആൻഡ് ഈസിയസ്റ്റ് വേ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ആ നമ്പർ തന്നെയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. നിങ്ങൾക്ക് ആ നമ്പറിൽ നിങ്ങളുടെ ക്വറീസ് വളരെ ചുരുക്കിയ വാക്കുകളിൽ എഴുതി വിടാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും അതിന് ആൻസർ ചെയ്യാം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ഓൺലൈൻ കൺസൾട്ടേഷൻ ഇസ് വെരി മച്ച് പോസിബിൾ. അത് ഇന്ത്യൻ ടൈം, വെളിയിൽ നിന്നുള്ളവർക്ക് ഇന്ത്യൻ ടൈം ആഫ്റ്റർ 10 PM ആണ് ഞാൻ സമയം കൊടുത്തിരിക്കുന്നത്, വൈകിട്ട്. പിന്നെ രാവിലെ നമ്മുടെ ഇന്ത്യയിലും ഇവിടെയുള്ളവർക്ക് 7:30-ക്കും ഒരു 9:30-ക്കും ഇടയ്ക്കും. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ പുറത്തുള്ളവർക്കും ആ സമയം ആവശ്യമുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. പിന്നെ എപ്പോഴായാലും നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജസ് ഇട്ടാൽ ഞാൻ ആൻസർ ചെയ്തിരിക്കും. അത് മെസ്സേജ് ഇടുന്നതായിരിക്കും നല്ലത്. വോയിസ് മെസ്സേജ് ഇടുന്നതിനേക്കാൾ നല്ലത് മെസ്സേജ് ഇടുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് എളുപ്പം വായിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ എൻ്റെ 3ാമത്തെ പുസ്തകം ഇറങ്ങി, പ്രമേഹവും ജീവിതശൈലി രോഗങ്ങളും ഭക്ഷണം, ആഹാരം തന്നെ പ്രതിവിധി. 3ാമത്തെ എഡിഷനാണ്. 3ാമത്തെ പുസ്തകം 3ാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ അതും എൻ്റെ പ്രേക്ഷകർ കയ്യിൽ നീട്ടി സ്വീകരിച്ചു തന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആരോഗ്യവും സന്തോഷവും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.